യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന ഭാരവാഹികളെ നേതൃപദവികളിലേക്ക് പരിഗണിക്കാൻ കെപിസിസി നീക്കം. സംസ്ഥാന ഉപാധ്യക്ഷന്മാരെ കെപിസിസി ഭാരവാഹികളായി നിയമിക്കാനാണ് ധാരണ. യുവാക്കൾക്ക് പാർട്ടി പദവികളിൽ കൂടുതൽ പരിഗണന നൽകുന്നതിന്റെ ഭാഗമായാണ് തീരുമാനം. ഇതുവഴി പാർട്ടിയെ കൂടുതൽ ഊർജ്ജസ്വലമാക്കാൻ കഴിയുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. യൂത്ത് കോൺഗ്രസ് മുൻ ഭാരവാഹികളെ പാർട്ടിയുടെ വിവിധ പദവികളിൽ നിയമിക്കാനാണ് കെപിസിസി തീരുമാനം. സംസ്ഥാന ഉപാധ്യക്ഷന്മാരായ കെ.എസ്. ശബരിനാഥൻ, റിജിൽ മാക്കുറ്റി, റിയാസ് മുക്കോളി, എൻ.എസ്. നുസൂർ, എസ്.എം. ബാലു എന്നിവരെ ജനറൽ സെക്രട്ടറിമാരായി നിയമിക്കാനാണ് കെപിസിസി ആലോചിക്കുന്നത്. ദേശീയ സെക്രട്ടറി വിദ്യാ ബാലകൃഷ്ണനും കെപിസിസി ഭാരവാഹിയാകും. കെ.എസ്. ശബരിനാഥനെ തിരുവനന്തപുരം DCC അധ്യക്ഷ പദവിയിലേക്കും പരിഗണിക്കുന്നുണ്ട്. മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരെയും ജില്ലാ പ്രസിഡന്റുമാരെയും അതാത് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റികളിൽ ഭാരവാഹികളായി നിയമിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ പ്രസിഡന്റായിരിക്കെ ഭാരവാഹികളായ യുവനേതാക്കളിൽ മുഴുവൻ പേർക്കും പരിഗണന നൽകും. പാർട്ടി പദവികളിൽ 50% യുവാക്കൾക്കും വനിതകൾക്കും പ്രാതിനിധ്യം നൽകണമെന്ന് AICC പ്ലീനറി തീരുമാനിച്ചിരുന്നു. ഇതുകൂടി പരിഗണിച്ചാണ് യുവനേതാക്കൾക്ക് അവസരം നൽകുന്നത്. തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലും യുവാക്കൾക്ക് കൂടുതൽ അവസരം ലഭിക്കും. പാർട്ടി തലമുറ മാറ്റത്തിന് തയ്യാറെടുക്കുന്നതിന്റെ സൂചനയാണിത്. സജീവ സാന്നിധ്യമല്ലാത്ത നേതാക്കളെ KPCC ഭാരവാഹിത്വത്തിൽ നിന്നും മാറ്റി നിർത്തും. 10 DCC അധ്യക്ഷന്മാരുടെയും കസേര തെറിക്കും. പകരം യുവാക്കളെയും വനിതകളെയും പരിഗണിക്കുമെന്നാണ് സൂചന. റിപ്പോർട്ടർ R. റോഷിപാൽ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.